യോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ വീഡിയോ. സോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എന്താണ് റിജക്ഷൻ ബ്ലോക്ക് എന്നുള്ളതും അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം യൂറോ USD റിജക്ഷൻ ബ്ലോക്ക് ബേസ് ചെയ്തിട്ട് നമ്മളൊരു CRT ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഒരു ഡീറ്റെയിൽ ബ്രേക്ക് ഡൗൺ ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് എന്താണ് റിജക്ഷൻ ബ്ലോക്ക് എന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് മനസ്സിലാക്കാം. ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഓക്കെ, സോ റിജക്ഷൻ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പേഴ്സണലി ഞാൻ കൺസിഡർ ചെയ്യാറുള്ളത് ഒരു ലിക്വിഡിറ്റി, ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു കീ ലെവൽ. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ആ ഒരു കീ ലെവലിന്റെ ഏറ്റവും ടോപ്പ് നമുക്ക് ഒരു ക്യാൻഡിൽ ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ഹൈയിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു ക്യാൻഡിൽ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ക്യാൻഡിലിന്റെ ഹൈ നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സപ്ലൈ റിജക്ഷൻ ബ്ലോക്ക് ഫോർമേഷൻ ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൈ, ഓക്കെ, അപ്പോൾ ഇത് പ്രൈസ് എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് വന്നിട്ട് എന്ത് ചെയ്തു, ടേക്ക് ചെയ്തു. അപ്പോൾ ടേക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻ, ഇപ്പൊ ഈ ഒരു ക്യാൻഡിൽ എന്ത് ചെയ്തു, ഈ ഒരു പിന്നെ ലിക്വിഡിറ്റിയിലേക്ക് വന്ന സമയത്ത് പ്രൈസ് ഇവിടെ നിന്ന് എന്ത് ചെയ്തു, സ്ട്രോങ് ആയിട്ട് പ്രൈസ് താഴോട്ടേക്ക് എന്ത് ചെയ്തു, റിജക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, പ്രൈസ് താഴോട്ടേക്ക് മൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ലാസ്റ്റ് വിക്ക് ഉണ്ടല്ലോ, ഈ ക്യാൻഡലിന്റെ ഈ മേൽഭാഗത്തെ വിക്ക്, അതിനാണ് നമ്മൾ റിജക്ഷൻ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു സ്ട്രോങ് മൂവ്മെന്റ് താഴോട്ടേക്ക് വന്നു, ഇവിടെ നമുക്ക് ഈ ഒരു റിജക്ഷൻ ബ്ലോക്ക് ഫോർമേഷൻ, ഈ ഒരു വിക്ക് ഫോർമേഷൻ ആയിട്ട് എന്ത് ചെയ്യാം, കാണാം. അപ്പൊ ഇതിനെയാണ് നമ്മൾ റിജക്ഷൻ ബ്ലോക്ക് എന്ന് പറയാം. അപ്പൊ ഈ ഒരു റിജക്ഷൻ ബ്ലോക്ക് പ്രൈസ് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടുന്ന് പ്രൈസ് എന്ത് ചെയ്യും, താഴോട്ടേക്ക് മൂവ് ചെയ്യും എന്നാണ്. ഇതൊരു സപ്ലൈ ആയിട്ട് എന്ത് ചെയ്യും, ആക്ട് ചെയ്യും. ഓക്കെ, ഇനി ഒരു ഡിമാൻഡ് വന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ്, നമുക്ക് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്വിംഗ് ലോ ആയിരിക്കും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഡിമാൻഡ് സോണോ വാട്ടെവർ. ഓക്കെ, അപ്പൊ അവിടുന്ന് പ്രൈസ് എന്ത് ചെയ്തു, ഒരു സ്ട്രോങ് റിജക്ഷനോട് കൂടിയിട്ട് എന്ത് ചെയ്തു, മേലോട്ടേക്ക് മൂവ് ചെയ്തു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഒരു സ്വിംഗ് ലോ ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ലോനെ പ്രൈസ് ടേക്ക് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു, അവിടെ നമുക്ക് ഒരു സ്ട്രോങ് റിജക്ഷൻ ആൻഡ് പ്രൈസ് എന്ത് ചെയ്തു, മേലോട്ടേക്ക് പുഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടുന്ന് മേലോട്ടേക്ക് എന്ത് ചെയ്തു, പുഷ് ചെയ്തു. അപ്പൊ ഈ ഒരു ലാസ്റ്റ് വിക്ക് ഉണ്ടല്ലോ, ഈ ഒരു ക്യാൻഡലിന്റെ ഈ ഒരു ഭാഗം, ഇത് ഇവിടുത്തെ റിജക്ഷൻ ബ്ലോക്ക് ഡിമാൻഡ് ആണ്. ഓക്കെ, സോ നമുക്ക് തിരിച്ച് ഈ ഒരു റിജക്ഷൻ ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു മൂവ്മെന്റ് മേലോട്ടേക്കായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ക്യാൻഡിൽ ഫുൾ ആയിട്ട് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അപ്പർ അല്ലെങ്കിൽ ലോവർ. ഇപ്പോൾ റിജക്ഷൻ ബ്ലോക്ക് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്പർ വിക്ക് നമ്മൾ എന്ത് ചെയ്യും, മാർക്ക് ചെയ്യും. അതുപോലെ റിജക്ഷൻ ബ്ലോക്ക് ഡിമാൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ലോവർ വിക്ക് എന്ത് ചെയ്യും, ആ സ്ട്രോങ് റിജക്ഷൻ വന്ന ക്യാൻഡിലിന്റെ ലോവർ വിക്ക് എന്ത് ചെയ്യും, നമ്മൾ മാർക്ക് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിൽ കുറച്ച് എക്സാമ്പിൾസ് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ നമുക്കപ്പോൾ ഏകദേശം ഒരു ക്ലിയർ ഐഡിയ കിട്ടും എങ്ങനെയാണ് മാർക്ക് ചെയ്യാന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ ഈ ഒരു ഹൈ എന്ത് ചെയ്തു, പ്രൈസ് ഇവിടെ സ്വീപ്പ് ചെയ്തു. ഈ ഒരു ഹൈ എന്ത് ചെയ്തു, പ്രൈസ് ടേക്ക് ചെയ്ത സമയത്ത് നമുക്ക് കാണാൻ പറ്റും അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്ട്രോങ് റിജക്ഷൻ താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ക്യാൻഡലിന്റെ ഈ ഒരു ഭാഗം, ഇത് ഇവിടുത്തെ എന്താണ്, റിജക്ഷൻ ബ്ലോക്ക് സപ്ലൈ ആണ്. ഓക്കെ, പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ ഇപ്പൊ ഏറ്റവും റീസെന്റ് ഇപ്പൊ നമ്മൾ ഇവിടെ റിജക്ഷൻ ബ്ലോക്ക് കൺസിഡർ ചെയ്തത്, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഹൈന്റെ അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈ എന്ത് ചെയ്തു, പ്രൈസ് സ്വീപ്പ് ചെയ്തു. ശേഷം പ്രൈസ് എന്ത് ചെയ്തു, അവിടെ ഒരു സ്ട്രോങ് റിജക്ഷൻ, നമുക്ക് ഈ ഒരു ക്യാൻഡിലിന്റെ മേൽഭാഗം ഇതൊരു റിജക്ഷൻ ആണ്. ഓക്കെ, അവിടെ എന്ത് ചെയ്തു, നേരെ താഴോട്ടേക്ക് എന്ത് ചെയ്തു, പ്രൈസ് സ്ട്രോങ് ആയിട്ട് പുഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, റിജക്ഷൻ ബ്ലോക്ക് സപ്ലൈ ആയിട്ട് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് പിന്നെ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്ന റിജക്ഷൻ ബ്ലോക്ക്. ഇനി നമുക്ക് ഇതിന്റെ മുന്നത്തത് ഇവിടെ കാണാം, ഇതൊരു റിജക്ഷൻ ബ്ലോക്ക് ആണ്. പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഈ ലോ പ്രൈസ് ടേക്ക് ചെയ്തു, അവിടുന്ന് എന്ത് ചെയ്തു, സ്ട്രോങ് ആയിട്ടുള്ളൊരു റിജക്ഷൻ ഈ ഒരു ക്യാൻഡിൽ കാണാം. ഓക്കെ, സോ ഇതൊരു റിജക്ഷൻ ബ്ലോക്ക് ആയിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഒരുപാട് റിജക്ഷൻ ബ്ലോക്സ് കാണാൻ കഴിയും പ്രൈസ് ഈ രീതിയിൽ റിയാക്ട് ചെയ്യുന്നിടത്തൊക്കെ. ഇപ്പൊ ഞാൻ മുന്നേ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു റിജക്ഷൻ ബ്ലോക്ക് ആണ്, പക്ഷെ ഇത് റിയാക്ട് ചെയ്തിട്ടില്ല, ലൈക്ക് പ്രൈസ് അങ്ങോട്ടേക്ക് വന്നിട്ടില്ല. നമുക്ക് കാണാൻ പറ്റും ഈ ലോ പ്രൈസ് ടേക്ക് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്തു, ഒരു സ്ട്രോങ് റിജക്ഷൻ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ എന്താണ്, ഇവിടുത്തെ റിജക്ഷൻ ബ്ലോക്ക് ആണ്, ഈ ഒരു ക്യാൻഡിലിന്റെ ലോവർ വിക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ഒരുപാട് റിജക്ഷൻ ബ്ലോക്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ കഴിയും. ഓക്കെ, ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് ആ രീതിയിൽ കാണാൻ പറ്റും. ഇതൊരു റിജക്ഷൻ ബ്ലോക്ക് ആണ്, ഈ ഒരു
വിക്ക്. ഓക്കെ, ആൻഡ് യെസ്, ഇപ്പോൾ ഒരുപാട് ഏരിയാസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിജക്ഷൻ ബ്ലോക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഹൈ, ഓക്കെ, ഇതൊരു സ്ട്രോങ് റിജക്ഷൻ വന്നിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, ആൻഡ് യാ, സോ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അതൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലാസ്റ്റ് റിജക്ഷൻ ബ്ലോക്ക് സപ്ലൈ ആയിരുന്നു ഇവിടെ, ഈ ഒരു ക്യാൻഡിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു ക്യാൻഡിലിന്റെ വിക്ക് നമ്മൾ എന്ത് ചെയ്തു, വിക്ക് ടു വിക്ക്, മേലത്തെ വിക്ക് മുതൽ ഈ ഒരു ബോഡി ഈ ഒരു പോയിന്റ് വരെ. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് എന്ത് ചെയ്തു, നമ്മൾ മാർക്ക് ചെയ്തു, ഇതാണ് നമ്മളെ റിജക്ഷൻ ബ്ലോക്ക്. ഇതിന് നമ്മൾ എന്ത് ചെയ്യും, ഷോർട്ടായിട്ട് RB എന്ന് എന്ത് ചെയ്യും, മാർക്ക് ചെയ്യും. ഓക്കെ, നമുക്കിവിടെ കാണാൻ കഴിയും ഈ ഒരു റിജക്ഷൻ ബ്ലോക്കിന്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്തു, ഒരു CRT ക്യാൻഡിൽ നമുക്കിവിടെ ഫോം ചെയ്തു 4 hour ടൈം ഫ്രെയിമിൽ. ഓക്കെ, സോ ഇനി നമ്മൾ എന്ത് ചെയ്യും, 5 minutes എന്ത് ചെയ്യും, കൺഫർമേഷൻ നോക്കുകയാണ് ചെയ്യുക. സോ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, അവിടെ 5 minutes എന്ത് ചെയ്യാം, സ്വിച്ച് ചെയ്യാം. ഓക്കെ, സോ 5 minutes സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഇനി നമുക്ക് CRT ഹൈ ടേക്ക് ചെയ്ത ശേഷം ആ ഒരു റിജക്ഷൻ ബ്ലോക്കിന് കൺഫർമേഷൻ വേണം. ഓക്കെ, ലെറ്റ് സി. കാണാം പ്രൈസ് എന്ത് ചെയ്തു, ആ ഒരു നമ്മുടെ റിജക്ഷൻ ബ്ലോക്ക് എന്ത് ചെയ്തു, ഇവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ റിജക്ഷൻ ബ്ലോക്ക് ഇവിടെ ടാപ്പ് ചെയ്തു. ടാപ്പ് ചെയ്ത ശേഷം നമുക്ക് കൺഫർമേഷൻ ആയിട്ട് ഫസ്റ്റ് ലെവൽ ഓഫ് കൺഫർമേഷൻ ആയിട്ട് തന്നത് ഒരു ഇൻവേർഷൻ FVG ആണ്. സോ ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു 5 minute ഇൻവേർഷൻ FVG മാർക്ക് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്തു, FVG ഇൻവേർഷൻ കിട്ടി. ഇനി ആക്ച്വലി നമുക്ക് ഇവിടെ ഈ മൂവ്മെന്റ്, ഈ ലാസ്റ്റത്തെ അപ്സൈഡ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ഇതിന്റെ താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് CASD ആവില്ലേ. ഓക്കെ, സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് CASD പ്ലസ് ഈ ഒരു FVG ഇൻവേർഷൻ രണ്ടും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് എന്താണ്, A+ കൺഫർമേഷൻ ആണ്. ഓക്കെ, ഇപ്പോൾ CASD ഇറ്റ് സെൽഫ് അത് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൺഫർമേഷൻ ആയിട്ട് എന്ത് ചെയ്യാം, എടുക്കാം. ഓക്കെ, സോ നമുക്ക് ഇവിടെ നിന്ന് എന്തുണ്ടായിരുന്നു, ഒരു ഷോർട്ട്. ഓക്കെ, ഈ ഒരു ഏരിയ നമുക്ക് എന്താണ്, ഷോർട്ടാണ്. ഓക്കെ, ഇതിന്റെ മേലെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാം. ആൻഡ് നമ്മുടെ CRT ലോ നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ ട്രേഡ്. ഓക്കെ, ലെറ്റ് സി. കാണാറ്റും പ്രൈസ് എന്ത് ചെയ്തു, ആ ഒരു FVG ഇൻവേർഷൻ തിരിച്ചു വന്ന് ടാപ്പ് ചെയ്തു. അവിടുന്ന് പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവ്മെന്റ് താഴോട്ടേക്ക് തന്നു. ആൻഡ് ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പോയിന്റിൽ CASD തന്നിട്ടുണ്ട്. അപ്പോൾ CASD തന്ന സമയത്ത് നമുക്ക് ഫോം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു 5 minute FVG ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഒരു FVG പ്രൈസ് തിരിച്ചു വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, താഴോട്ടേക്ക് പോയിട്ടില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ A+ സെറ്റപ്സ് മാത്രമേ എടുക്കുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോയിന്റിൽ എൻട്രി എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് സ്കിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇവിടെ എന്ത് ചെയ്യാം, ഷോർട്ട് ചെയ്യാം. പ്രൈസ് ഈ ഒരു CASD തന്ന ശേഷം ഫോം ചെയ്തിട്ടില്ല, ഒന്നുകിലോ CASD പോയിന്റ് തന്നെ എൻട്രി എടുക്കണം. പക്ഷെ അത് വലിയ റിസ്ക് ആണ്, എന്നുവെച്ചാൽ സ്റ്റോപ്പ് ലോസ് കുറച്ച് ബിഗ്ഗർ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് താഴോട്ടേക്ക് സ്ട്രോങ് ആയിട്ട് വന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള FVG നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് എടുക്കാം. ഈ ഒരു ഹൈൻ്റെ മേലെ എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാം. ആൻഡ് CRT ലോ നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. അതും നമുക്ക് 1:2 എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. സോ ഇത് രണ്ടും ഓക്കെ ആയിരുന്നു. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് നോക്കാം. സോ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ടാർഗറ്റ് അവിടെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ രണ്ട് രീതിയിലും ട്രേഡ് എടുക്കാന്നുണ്ടെങ്കിലും, ഇപ്പോൾ A+ സെറ്റപ്സിൽ ട്രേഡ് എടുക്കാന്നുണ്ടെങ്കിലും അതുപോലെ ഇൻവേർഷൻ FVG മാത്രം കിട്ടിയ സമയത്ത് ട്രേഡ് എടുക്കാന്നുണ്ടെങ്കിൽ രണ്ടും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വർക്ക് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നുകിൽ A+ മാത്രം എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ റിസ്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, 0.5%, ഇപ്പോൾ 1% റിസ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 0.5% നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എൻ്റർ ചെയ്യാം. എന്നിട്ട് CASD കിട്ടിയ ശേഷം ബാക്കി 0.5% ചെയ്യാം, ഇവിടെ നിന്നും എൻ്റർ ചെയ്യാം. അപ്പോൾ നമുക്ക് എൻട്രി മിസ്സാവില്ല, എന്നാലാണെങ്കിലോ നമുക്ക് ട്രേഡ് കിട്ടുകയും ചെയ്യും. ഓക്കെ,
അപ്പോൾ ആ രീതിയിൽ പ്ലാൻ ചെയ്താലും ഓക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബ്രേക്ക് ഡൗൺ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ എന്ത് ചെയ്യാം, കാണാം. താങ്ക് യു ആൾ.